ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മളൊരു 500 ലൈക്സ് ഒക്കെ ഈ ഒരു വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കും. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു സമയത്ത് എന്താണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. മാസ്റ്റർ കാർഡ് നമുക്കിവിടെ നോക്കാം. സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിൽ ഒക്കെ തന്നെ ആയിരിക്കാം. ഈ ഒരു സെപ്പറേഷനിലേക്ക് പോകാനുള്ള കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി നിങ്ങളുടെ പേഴ്സൺ ആണ്. അവരായിരിക്കാം ഈ ഒരു സെപ്പറേഷനുള്ള റീസൺ ഉണ്ടാക്കിയത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. പക്ഷെ നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് മൂവ് ഓൺ ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അവരോട് സ്നേഹക്കുറവൊന്നുമില്ല. ഇപ്പോഴും അവരോട് വളരെയധികം സ്നേഹം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു സ്നേഹത്തിന്റെ ആഴം ഈ ഒരു നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് സ്നേഹമുണ്ട് അവരോട്. പക്ഷെ കുറെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാത്ത ഈ വ്യക്തിയുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റം കൊണ്ടൊക്കെയാണ് നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ പരമാവധി നോക്കിയതിനു ശേഷമാണ് പോയത് എന്നുള്ള കാര്യമൊക്കെ ഈ വ്യക്തിക്ക് അറിയാം. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോഴും അറിയാം അവരോട് നിങ്ങൾക്കൊരു സ്നേഹമുണ്ടെന്നുള്ള കാര്യവും അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനാണ്, അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ച് അവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും ഇടപഴകുന്ന പഴയതുപോലെയൊക്കെ ഇടപഴകണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രകടിപ്പിക്കാനായിട്ട് ഇവർ നിങ്ങളോട് പറയുകയാണ്. ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഇമോഷൻസിനാണ് ഇപ്പോൾ അവർ വാല്യൂ കൊടുക്കുന്നത്. മുൻപ് അത് നേരെ തിരിച്ചായിരുന്നു. അവരെപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു സമയം ചെലവഴിക്കാനോ നിങ്ങളോടൊപ്പം അങ്ങനെയുള്ള കുറച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ് എന്നുള്ള രീതിയിലല്ലായിരുന്നു അവരുടെ ഒരു പോക്ക്. മണി മാറ്റേഴ്സ്, അതുപോലെ പ്രാക്ടിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനാണ് ഈ ഒരു വ്യക്തി കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ അത്തരത്തിലായിരുന്നു. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു വികാരത്തോടെ അല്ലെങ്കിൽ ഇമോഷണലി എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തമ്മിൽ ഒത്തിരി ഡിഫറൻസുകൾ, എല്ലാ കാര്യങ്ങളും എടുക്കുന്ന കാര്യത്തിൽ ഓരോ സിറ്റുവേഷൻസിലും അത് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ്. ഇതൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങളെ ഇവരിൽ നിന്നും അകറ്റിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു കുറച്ച് ബ്രേക്കിന് ശേഷം ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇമോഷൻസിന്റെ വില എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. സ്നേഹം ഏറ്റവും വലിയ ഒന്നാണ് എന്നുള്ളൊരു കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു കാര്യം അവർ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സെക്കൻഡ് കാർഡ് വരുമ്പോൾ നമുക്ക് 8 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ സെക്കൻഡ് കാർഡ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി അധികം വേദനകൾ കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. ചില ഒരു ടോക്സിക് രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് വരെയൊക്കെ ഇതെത്തിയിട്ടുണ്ട് എന്നതാണ്. വളരെ പൊസസീവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നടന്നു നീങ്ങാനുള്ള ഒരു കാരണമായത് എന്ന് വിചാരിക്കുകയാണ്. അതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി. അതുപോലെ തന്നെ വളരെയധികം ഡിസപ്പോയിൻമെന്റഡ് ആണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഓൾറെഡി നിങ്ങൾ ഇട്ടിട്ട് പോയതിലുള്ള വിഷമം. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ
ഒത്തിരി പ്രതീക്ഷകളോടെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വന്നതും ഇതിന്റെ ഒരു പകുതി വരെയൊക്കെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ പോയത്. പിന്നീട് ഇത് ശരിയാകുമെന്ന രീതിയിൽ നിങ്ങൾ അതിൽ നിന്നു. അതൊക്കെ അത്രയും ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ പെട്ടുപോയല്ലോ എന്നുള്ള ഒരു വിഷമമൊക്കെ നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിനെ ഓർത്ത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെ തന്നെ നിങ്ങളെ പിറകോട്ട് പിടിച്ച് വലിച്ചു, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറകോട്ട് പിടിച്ച് നിങ്ങളെ വലിച്ചു. കാരണം ഒത്തിരി പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ ഹർട്ട് ചെയ്ത ഒത്തിരി പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട്. ഇതൊക്കെ തന്നെയാണ് നിങ്ങളെ പുറകോട്ട് വിഡ്രോവൽ ആകാനായിട്ട് നിങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങൾ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇതിൽ നിന്ന് പോയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. തേർഡ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ പോയതിനു ശേഷം ഇവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ബാഡ് ലക്കാണ് ഇവർക്ക് ശരിക്കും. അതുവരെ ഇവർക്ക് പ്രത്യേകിച്ച് മണി മാറ്റേഴ്സിലൊക്കെ നല്ല സാമ്പത്തികപരമായ ഉയർച്ചകളും എന്തി തൊട്ടാലും ഇവർക്ക് നല്ല രീതിയിൽ അവർക്കതിൽ വിജയിച്ച് വരാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം ഇവരെന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു ബാഡ് ലക്കാണ് ഇവർക്കുള്ളത്. വളരെ അതുകൊണ്ട് തന്നെ ഇവര് പവർലെസ് ആയിട്ട് കാണുന്നു. ഒട്ടും ശക്തിയില്ലാത്തവരെ പോലെയാണ് ഇവർക്ക് തന്നെ ഇവരെ കുറിച്ച് തോന്നുന്നത്. ചുറ്റുമുള്ള എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനും തനിക്കെതിരെയാണ് എന്ന് വരെ അവർക്ക് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുകയാണ്. എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്, ഞാൻ ഇനി എന്ത് കാര്യത്തിനിറങ്ങിയാലും എനിക്കൊരു സക്സസിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു തടസ്സങ്ങൾ വരികയാണ്, ഇത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വളരെ ലക്കായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. നമുക്ക് ഫോർത്ത് കാർഡ് വരുന്നത് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. ഇത് നമുക്കൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള ആക്ഷൻസ് ഇവരെടുക്കുന്നു. നിങ്ങളോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാനും, അതുപോലെ ഇവരുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള ഇവർ റിയലൈസ് ചെയ്ത കാര്യങ്ങൾ, ഇവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് പറയാനും ഒക്കെ ഇവര് ഒത്തിരി നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാനായിട്ട് ഈ വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യവും നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തി. ഓക്കെ, ഫിഫ്ത്ത് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. അതും റിവേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വളരെയധികം റെസ്റ്റ്ലെസ് ആണ് ഈ വ്യക്തിക്ക്. അവരുടെ മനസ്സ് ഇങ്ങനെ പൊള്ളുന്ന ഒരു മനസ്സോടുകൂടിയാണ് അവരിയ്ക്കുന്നത്. അവരുടെ ഫീലിങ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല. നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് അവർ ജീവിക്കുന്നത്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർത്തുകൊണ്ട് അവരുടെ മനസ്സ് ഉരുകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ഒറ്റപ്പെടലിന്റെ ഒരു വേദനയൊക്കെ അവർ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നു. വളരെയധികം ഒരു വേദനയിലൂടെയാണ് ഈ ഒരു സമയത്ത് അവർ കടന്നു പോകുന്നത്. ഇവരുടെ മനസ്സിന്റെ ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നു എന്ന് നിങ്ങളോട് പറയാനായിട്ട് ഇവർ ഈ സമയത്ത് ആഗ്രഹിക്കുന്നു. ഓക്കെ, സിക്സ്ത് കാർഡ്. ഈ ഒരു കാർഡ് നയൻ ഓഫ് പെന്റിക്കിൾസ് ആണ്, റിവേഴ്സ് ആണ് നയൻ ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഇവിടെ ഈ ഒരു കാർഡിൽ ഇവര് ഇമോഷൻസിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ മറ്റെല്ലാത്തിനേക്കാൾ പ്രാധാന്യം ഇപ്പോൾ അവർ സ്നേഹത്തിന് നൽകുന്നു, അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ എന്താണെന്ന് ഇപ്പോഴാണ് അവർ ശരിക്കും മനസ്സിലാക്കുന്നത്. അവർക്ക് ആ ഒരു ഇത് കിട്ടാതെ വന്ന ടൈമിലാണ് അവരത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവരുടെ എല്ലാ ഫോക്കസും ആ ഒരു മുന്നേ ആയിരുന്നെങ്കിൽ അവരുടെ എല്ലാ ഫോക്കസും അവർ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു. മണി മാറ്റേഴ്സിനും അതുപോലുള്ള സ്റ്റാറ്റസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു അവർ കൂടുതൽ. സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ഈ ഒരു സ്നേഹബന്ധത്തിനോ സ്നേഹ കൈമാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് അവർ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് മനസ്സിലായി, ഇന്ന കാര്യങ്ങളൊക്കെ ഇന്നതുപോലെയാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്നും അത് നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ആ കടന്നുപോയ വേദനയിലൂടെ കടന്നുപോയതും അത് അവർക്ക് നൽകിയ എക്സ്പീരിയൻസും അതിൽ നിന്ന് അവർ പഠിച്ച പാഠങ്ങളും നിങ്ങളുടെ അടുത്ത് ഇനിയിപ്പോൾ നിങ്ങൾ തിരികെ വന്നില്ലെങ്കിൽ കൂടിയും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനായിട്ട് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്ട്രെങ്ത് കാർഡും റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ലോ എനർജിയാണ്, ഒട്ടും എനർജി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ. ശരിക്കും പാരലൈസ് ആയിപ്പോയി, തളർന്നു പോയ ഒരവസ്ഥയാണ്, ഒറ്റപ്പെട്ടു പോയി. നിങ്ങളില്ലാതെ അവർ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലാണ്. ഒരു സിംഗിൾ ശക്തി പോലും അവർക്കില്ല.
അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഇത്ര ഒരു സിംഗിൾ ശക്തി പോലും എനിക്കില്ല, അതുകൊണ്ട് പ്ലീസ് എന്നിലേക്ക് ദയവായി തിരികെ വന്നാലും അല്ലെങ്കിൽ തിരികെ വരൂ എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. നീയാണ് എൻ്റെ ശക്തി, നീയാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ താക്കോൽ നീയാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു കാർഡിലൂടെ അവർ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ നിങ്ങളെ വളരെയധികം ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കുറച്ച് സോൾ മെസ്സേജസും കൂടി ഇന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് സോൾ മെസ്സേജസ് ആണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, യു എൻകറേജസ് മീ ടു ബി പോസിറ്റീവ് ആൻഡ് ടു സീ ദ ഗുഡ് എവറിവെയർ. ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒത്തിരി എൻകറേജ് ചെയ്തിരുന്ന ഒരാളാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യത്തിലും നല്ലതും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തിയെ എന്ന് അവർ ഈ ഒരു സമയത്ത് ഓർക്കുന്നു. അത് നിങ്ങളോട് പറയുകയാണ് അവർ. ഐ കനോട്ട് ഗെറ്റ് ഇനഫ് ഓഫ് യു, യു ഡ്രൈവ് മീ ക്രേസി. ഓക്കെ, നിങ്ങളുടെ കൂടെ ചിലവഴിച്ച സമയം ഇപ്പോഴും അവർക്ക് മതിയാകുന്നില്ല. ഇനിയും അവർക്ക് നിങ്ങളുടെ കൂടെ ചിലവഴിക്കണം എന്നാണ്. കാരണം അത്രയും ക്രേസി ആയിട്ടാണ് നിങ്ങൾ അവരെ കൊണ്ടു നടന്നത്, ഡ്രൈവ് ചെയ്ത് അവരുടെ ഒപ്പം കൊണ്ടു നടന്നത് എന്നാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. യു ഓൾവേസ് ലുക്ക് അറ്റ് മീ ലൈക്ക് ഐ ആം ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ്. ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും അവരെ നോക്കിയിരുന്നപ്പോൾ അവർക്ക് ഫീൽ ചെയ്തിരുന്നത്, ഇപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്, എങ്കിൽ കൂടിയും അവർക്ക് ഫീൽ ചെയ്തിരുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരാളെ നോക്കുന്ന ആ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നോക്കിയിരുന്നത് എന്ന് അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. ആ ഒരു കാര്യം നിങ്ങളോട് അവർ പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ്, യു ഡോണ്ട് ഫെയിൽ ടു കീപ്പ് യുവർ പ്രോമിസസ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അവർക്ക് കൊടുത്ത പ്രോമിസസ് ഒന്നും നിങ്ങൾ പ്രോമിസസ് ഒന്നും തെറ്റിച്ചിട്ടില്ല, നിങ്ങൾ അതെല്ലാം നിറവേറ്റിയിട്ടുണ്ട്. പക്ഷെ അവരാണ് അത് തെറ്റിച്ചതെന്നുള്ള ഒരു കാര്യം അവരിവിടെ പറയുകയാണ് നിങ്ങളോട്. യു ഹാവ് നോ ഐഡിയ ഓഫ് ദ എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് യു ബ്രോട്ട് ടു മൈ ലൈഫ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല എത്രമാത്രം സന്തോഷമാണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൊടുത്തത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒത്തിരി സന്തോഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല എന്നാണ് അവർ പറയുന്നത്. ദ ലവ് ഐ ഹാവ് ഫോർ യു മേക്ക് മീ എ മോർ കെയറിങ്, കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് പേഴ്സൺ. ഓക്കെ, നിങ്ങളോടൊപ്പം ചിലവഴിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൽ അവർ ഉണ്ടായിരുന്ന സമയം മുതൽ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ സ്നേഹത്തിൽ റിലേഷൻഷിപ്പിൽ ആയ സമയത്ത്, നിങ്ങളുടെ സ്നേഹം അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ കൂടുതൽ കെയറിങ്ങും അതുപോലെ ദയുള്ളവരും കമ്പാഷനേറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഒരു കാരണമായി എന്നാണ് അവരിവിടെ പറയുന്നത്. ഓക്കെ, റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ വരുന്നത് ടോക്കറ്റീവ്. നിങ്ങളുടെ പേഴ്സൺ വളരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെ സംസാരിക്കുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലവബിൾ, വളരെ ലവബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ഒരു ആർട്ടിസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. മ്യൂസിക്കിന് ഈ റിലേഷൻഷിപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 39 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പെറ്റ് ലവേഴ്സ് ആണ്. ഒത്തിരി പെറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം, അവർക്കല്ല പെറ്റുകളെ വളർത്തുന്നതിന് താല്പര്യമുള്ള ആളുകളായിരിക്കാം, ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ കളർ, നമ്പർ 40. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ലെറ്റർ എ, ട്രൂ ലവ്, ഇതൊരു ട്രൂ ലവ് ആണ് എന്ന് മനസ്സിലാക്കുക. സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 37 കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ വർക്കർ, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ലോങ് ഹെയർ ഉള്ള വ്യക്തിയായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
കുക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 33 കിട്ടിയിട്ടുണ്ട്. 1975 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.